ഗ്ലാസ് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ലൈനിൽ കൺവെയറിൽ വെച്ച് കൊടുക്കുകയും അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പിക്കിൾ പാക്ക് ആവുകയും അതിനുശേഷം അത് വെയിറ്റ് എൻഷുർ ചെയ്യുന്നു. മെഷീൻ ചെയ്ത വെയിറ്റ് കറക്റ്റാണോ എന്ന് മാനുവലി എൻഷുർ ചെയ്തതിന് ശേഷം ഫ്ലേവറുകൾ പോവാതെ സോസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പേസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ പോവാതെ അതിനുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്സാണ് നമുക്ക് സോസിനും പേസ്റ്റുകൾക്കും ഉള്ളത്. മാങ്ങ, നാരങ്ങ, മറ്റ് വെജിറ്റബിൾസ് എല്ലാം കളക്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് ബ്രൈൻ ചെയ്ത് വയ്ക്കും. മാങ്ങയ്ക്ക് ഒരു സീസണുള്ള കാരണം ഒരു സീസണിലേക്കുള്ള മാങ്ങ നമ്മുടെ വിവിധ ഗോഡൗണുകളിൽ ബ്രൈൻ ചെയ്ത് സൂക്ഷിക്കും. എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ജൂബിലൻ്റ് ബിസിനസ്സാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന ബിസിനസ് ഫീച്ചറിൽ. അതായത് നമ്മൾക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അച്ചാർ വളരെ പ്രിയപ്പെട്ട സാധനമല്ലേ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ജൂബിലൻ്റ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൽ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കി തരുന്ന ആരാണ് ജൂബിലൻ്റ്. അപ്പോൾ ജൂബിലൻ്റ് ബിസിനസ് ഒന്ന് കണ്ടേക്കാം എങ്ങനെയാണെന്ന്. എൻ്റെ പേര് ജൂബിലൻ്റ്. ഞാൻ ജാൻസി അഗ്രോ ഫുഡ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ജാൻസി അഗ്രോ ഫുഡ്സ് ആക്ച്വലി ഒരു 15 വർഷമായിട്ട് സോസ്, പിക്കിൾസ്, കറി പേസ്റ്റ് എന്നുള്ള ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്നു. ഇനിഷ്യലി ഞങ്ങളുടെ ഒരു 5 വർഷം എന്ന് പറയുന്നത് സ്വാമീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടി മാത്രമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിരുന്നത്. സ്വാമീസ് ഞങ്ങളുടെ ഒരു സിസ്റ്റർ കൺസേൺ കൂടിയാണ്. ഒരു ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് കേരളത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. 7ഓളം ബ്രാൻഡുകൾക്ക് നമ്മൾ അവരുടെ പ്രൊഡക്ട്സ് നമ്മൾ അതിൽ പാക്ക് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അവർക്ക് വിൽക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. ജാൻസി അഗ്രോ ഫുഡ്സിൻ്റെ സർട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ISO 22000 2018 ഉണ്ട്, പിന്നെ FSI വരുന്നുണ്ട്, പിന്നെ FDA സർട്ടിഫിക്കേഷനാണ്, പിന്നെ നമ്മൾ GMP പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ നോക്കി ഹൈജീൻ ഫാക്ടേഴ്സ് എല്ലാം കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലേബലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കണം. അത് വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഇപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാണിച്ചു തരാം. നമുക്ക് ഏകദേശമുള്ള ഒരു സ്റ്റോക്കിംഗ് കപ്പാസിറ്റി, മാനുഫാക്ചറിങ് മിഷനറീസ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റോക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ കപ്പാസിറ്റി ഞങ്ങളുടെ 2500 ടൺ അച്ചാറാണ് ഞങ്ങൾ പെർ ആനം ചെയ്യുന്നത്. പ്ലാന്റിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ഇൻചാർജ് ആൻ്റണീനെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. നമ്മുടെ ഫാക്ടറിയുടെ ഹൈജീൻ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക, വാഷ് ചെയ്യുക, സോപ്പ് ലോഷൻ ഉപയോഗിച്ച്, ഹെയർ ക്യാപ്പ് ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക. അതിനുശേഷം ഹാൻഡ് സാനിറ്റൈസ് ചെയ്തിട്ടാണ് നമുക്ക് പ്ലാന്റിലോട്ട് വരുന്നത്. പുറത്തുനിന്നുള്ള എന്തെങ്കിലും പാർട്ടിക്കിളൊക്കെ, നമ്മുടെ ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ നമ്മുടെ ബോഡിയിൽ കൂടി അകത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കവറോൾ യൂസ് ചെയ്യും. ഈ കവറോൾ ഇട്ടിട്ട് വേണം നമ്മുടെ ഫാക്ടറിയിലേക്ക് കയറാനായിട്ട്. നമ്മുടെ ഫാക്ടറി വരുന്നത് ISO 22000 2018 സർട്ടിഫൈഡ് കമ്പനിയാണ്. FSI സ്റ്റാൻഡേർഡ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നു. നമ്മൾ ISO 22000 2018 ഹൈജീൻ പ്രാക്ടീസ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, ഹൈജീൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസേഴ്സ് ഓരോ ഇൻഡിവിജ്വൽ ലേബറിൻ്റെ അടുത്തും അവരുടെ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ, ജുവല്ലറി പോളിസി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ പ്ലാന്റിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയുള്ളൂ. നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോസസ്സിങ് ഫ്ലോ ചാർട്ട് വരുന്നത് നമ്മൾ ആദ്യം തന്നെ കർഷകരുടെ നിന്ന് ഓരോ സീസണിലും ആവശ്യമുള്ള മാങ്ങ, നാരങ്ങ, മറ്റ് വെജിറ്റബിൾസ് എല്ലാം കളക്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് ബ്രൈൻ ചെയ്ത് വയ്ക്കും. മാങ്ങയ്ക്ക് ഒരു സീസണുള്ള കാരണം ഒരു സീസണിലേക്കുള്ള മാങ്ങ നമ്മുടെ വിവിധ ഗോഡൗണുകളിൽ ബ്രൈൻ ചെയ്ത് സൂക്ഷിക്കും. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെജിറ്റബിൾസ് നമ്മുടെ ഓർഡർ പ്രകാരം നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അതൊരു പ്രോസസ്സിങ് ആയിട്ട് ഫസ്റ്റ് അതിനകത്ത് എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യുന്നു. പ്രോസസ്സിങ് യൂണിറ്റിൽ ഗ്രേവിയും ഈ മെഷീനിൽ വന്നിട്ട് അതിനകത്ത് ബ്ലെൻഡ് ചെയ്യുകയും ഗ്രേവി മിക്സ് ചെയ്യുകയും അച്ചാർ മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്നു. അത് ഒരു ക്യൂറിങ് ടൈമിലേക്കായിട്ട് വെച്ച് ക്വാളിറ്റി കൺട്രോൾ, എല്ലാ ക്വാളിറ്റി കൺട്രോൾ അത് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മുടെ QC ടീം അവിടെ നടക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തിരിക്കുന്ന രീതിയിൽ എല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ഷൻ എന്നും ഒരേ രീതിയിൽ പോകാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. കൾണറി പേസ്റ്റുകൾ, കറി പേസ്റ്റുകൾ, ജിഞ്ചറി ഗാർലിക് പേസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ആ പ്രൊഡക്ഷനിൽ ഒരു
ആ യൂണിറ്റിന് അതിൻ്റെ ഫ്ലേവറുകൾ പോവാതെ സോസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പേസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ പോവാതെ അതിനുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്സാണ് നമുക്ക് സോസിനും പേസ്റ്റുകൾക്കും ഉള്ളത്. നേരത്തെ ആൻ്റണി സൂചിപ്പിച്ച പോലെ നമ്മുടെ ലാബിൻ്റെ ഫെസിലിറ്റി, അത് ഇൻഹൗസ് ലാബ് തന്നെ നമ്മൾക്ക് കമ്പനിക്ക് ഉണ്ട്. എല്ലാ കെമിക്കൽ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നമുക്ക് ഇൻഹൗസ് ലാബ് വരുന്നുണ്ട്. സാൾട്ട്, അസിഡിറ്റി, pH അങ്ങനെയുള്ള എല്ലാ FSI സ്റ്റാൻഡേർഡ്സും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ FSIയുടെ എല്ലാ മാൻഡേറ്ററി കാര്യങ്ങളും നമ്മൾ റെഗുലറായിട്ട് ലീഗൽ ആസ്പെക്ട്സിൽ നിന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഇതൊക്കെ എന്തിനാണ് ഞാനിതെടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ ബ്രാൻഡുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വിശ്വസ്തത എന്ന് പറയുന്നത് FSSAയിലെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ കീപ്പ് ചെയ്യുന്നു. അത് നിങ്ങളുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അതിന് ലീഗൽ ആസ്പെക്ട്സിൽ ഒരു ഇഷ്യൂസ് വരാത്ത രീതിയിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ അച്ചാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ക്യൂറിങ് പീരീഡ് കഴിഞ്ഞ് ഓരോ ബാച്ചും ഇൻറ്റേർണൽ ബാച്ച് ലാബിൽ ചെക്ക് ചെയ്തതിന് ശേഷം ലാബിലെ എല്ലാ പാരാമീറ്റേഴ്സും പാസ്സായതിന് ശേഷം നമ്മളത് പാക്കിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുവരും. പാക്കിംഗ് സെക്ഷനിൽ വരുന്നത് നമുക്കൊരു ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. 400 ഗ്രാം ഇൻറ്റു 12-ൻ്റെ ഒരു 300 ബോക്സ് ഒരു ഷിഫ്റ്റിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫുള്ളി ഹൈജീനായിട്ടുള്ള ഓട്ടോമാറ്റിക് മെഷീനാണത്. ഗ്ലാസ് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ലൈനിൽ കൺവെയറിൽ വെച്ച് കൊടുക്കുകയും അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പിക്കിള് പാക്കാവുകയും അതിനുശേഷം അത് വെയിറ്റ് എൻഷുർ ചെയ്യുന്നു. മെഷീൻ ചെയ്ത വെയിറ്റ് കറക്റ്റാണോ എന്ന് മാനുവലി എൻഷുർ ചെയ്തതിന് ശേഷം ക്യാപ്പ് ചെയ്യുന്നു. ക്യാപ്പ് ചെയ്ത് ലൈനിൽ വരുന്നത് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ പേഴ്സൺസ് അവിടെ നിന്ന് ചെക്ക് ചെയ്യും. ലേബലിൽ കോഡ് ചെയ്തിരിക്കുന്ന കോഡിങ് എല്ലാം കറക്റ്റാണോ, ലേബലിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം അവർ എൻഷുർ ചെയ്യുന്നു. ആ എൻഷുർ ചെയ്ത ലേബലുകളും എല്ലാ നമ്മുടെ അതിൻ്റെ ക്യാപ്പ്, ലെഗ് ക്യാപ്പെല്ലാം ടൈറ്റാണോ, ലീക്കേജ് ഉണ്ടോ, എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അത് കാർട്ടണിലേക്ക് ആക്കി ഔട്ട് പാലറ്റ് സ്റ്റാക്ക് ചെയ്ത് നമ്മുടെ FG സ്റ്റോറിലേക്ക് പോകുന്നു. കൂടാതെ നമുക്കൊരു സെമി ഡോസർ മെഷീനുണ്ട്. ആ മെഷീനിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോസുകൾ എല്ലാം അതിൽ പാക്ക് ചെയ്യുന്നു. അതിൽ പാക്ക് ചെയ്ത് ഇതേ സെയിം പ്രൊസീജിയറിൽ ക്വാളിറ്റി കൺട്രോൾ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്താണ് നമ്മുടെ FG ഏരിയയിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും നമ്മുടെ ബ്രാൻഡ്സിനെ, മറ്റുള്ള ബ്രാൻഡുകൾ, ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്തതിനുള്ള മെയിൻ കാരണം, നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്പെസിഫിക്കേഷൻ ബേസ്ഡ് മാനുഫാക്ചറിങ് എന്ന് പറയും. അവരുടെ പ്രൊഡക്റ്റ് സ്പെസിഫൈ, അവർക്ക് ഓരോ പ്രൊഡക്റ്റിനും അവരുടെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അതെല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് വരുന്നു. പിന്നെ അവരുടെ എല്ലാ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഇൻഹൗസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വരുന്നു. അവരെ ടെസ്റ്റിംഗ് ചെയ്യുന്നു. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈം ഡെലിവറി. അതാണ് ഏറ്റവും വലിയ കാര്യം, കറക്റ്റ് ടൈമിന് ഡെലിവറി ചെയ്യുക. ജാൻസി അഗ്രോ ഫുഡ്സ് എന്ന ടീമിന് നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആക്ടിവിറ്റിയായ പ്രൈവറ്റ് ലേബലിംഗ്, ഒരു അച്ചാർ ഉണ്ടാക്കണമെന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ കോൺസെപ്റ്റ് ഡെവലപ്പിംഗ് തുടങ്ങി നമ്മൾ കൺസൾട്ടേഷൻ തരും. അത് ശേഷം നിങ്ങളുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള കൺസൾട്ടേഷൻ ഹെൽപ്പെല്ലാം നമുക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും, നമ്മുടെ തന്നെ കൺസേൺ ആളുകളെ വെച്ചിട്ട്. പിന്നെ പ്രൊഡക്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജാൻസി അഗ്രോ ഫുഡ്സിൻ്റെ ടീം ഡയറക്റ്റ് ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുക. ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തേക്കണതാണ്. ഇതല്ലാണ്ട് നിങ്ങൾക്കൊരു സ്പെസിഫിക് പാക്കിംഗ് ഉണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞത് ഇതൊരു 5 കിലോ ചെയ്യുന്ന ബോട്ടിലാണ്, ഇതൊരു 1 kgയുടെ ഒരു ബോട്ടിലാണ്, ഇത് വരുന്നതൊരു 300 ഗ്രാംസിൻ്റെ ഒരു ബോട്ടിലാണ്, ഇതൊരു 200 ഗ്രാംസിൻ്റെ ബോട്ടിലാണ്, ഇതൊരു 150 ഗ്രാമിൻ്റെ ബോട്ടിലാണ്, ഇത് വരുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് 300 ഗ്രാംസ് ടോൾ എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ്. ഇത് പൗച്ച്, സ്പ്രൗട്ട് പൗച്ച് എന്ന് പറയുന്നത്. ഈ പൗച്ചാണ് നമ്മൾ ഗാർലിക് പേസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻസാണ്. ഇത് വരുന്ന സോസിൻ്റെ ഐറ്റംസ് വരുന്നു. ബ്രാൻഡ് ടു ബോക്സ്, അതാണ് നമ്മൾ പറയുന്ന കോൺസെപ്റ്റ്. നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ നമ്മൾ ഇതേപോലെ ബോക്സിലാക്കി റെഡി ടു സെയിൽ എന്ന രീതിയിലാക്കി തരുന്നു. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് കൺസൾട്ടേഷൻ വേണമെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ അപ്രോച്ച് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ, വിൽ ഹെൽപ്പ് യു. എക്സ്പോർട്ടേഴ്സ് നിങ്ങൾ വേറെയുള്ള രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ നിങ്ങൾ വിളിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പിക്കിൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറബിക് പിക്കിൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ ബേസ്ഡ് ഗ്രേവീസ്, അങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ പോലും നമ്മൾ കോൺടാക്ട് ചെയ്യൂ. നമ്മുടെ NPD ടീം ഓൾറെഡി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരാണ്. കേരളത്തിലെ പല പ്രമുഖ ബ്രാൻഡുകൾക്കും വേണ്ടിയിട്ട് അച്ചാർ കൊടുക്കുന്നത് ജൂബിലൻ്റാണ്. ആർക്കറിയാമായിരുന്നു? എന്നാലും സന്തോഷം, നമ്മുടെ ബിസിനസ് ഫീച്ചറിൽ ജൂബിലൻ്റിനെ പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചതിൽ. ഇതുപോലെ വ്യത്യസ്ത രൂപത്തിൽ ചെയ്യുന്ന ചെറിയ സംരംഭങ്ങളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ. വീണ്ടും കാണാം.